ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും നിലവാരമില്ലാത്ത അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ്. എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. പുള്ളിയാണെങ്കിൽ ഇപ്പൊ ഫുൾ കോമഡി റോളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തൊക്കെ ചോദിച്ചിട്ടും രക്ഷയില്ല, ഹഹാന്നും പറഞ്ഞ് കുലുങ്ങി ചിരിയായിരുന്നു. ഇപ്പൊ പറയുന്നു ഞാൻ അഴിമതിക്കാരനല്ലെന്ന് നാട്ടുകാർക്ക് അറിയൂലേ എന്ന്. പിന്നെ അറിയൂലേ, അതെത്ര എടുത്തു പറയാനുണ്ടാ? LDF ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. LDF-ന്റെയും ഗവൺമെന്റിന്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത്. അങ്ങനെ ഇത് തന്നെ നമ്മുടെ മരുമകൻ മന്ത്രി റിയാസും പറഞ്ഞത്. പാർട്ടി എന്ന് വെച്ചാൽ ആരാ? പാർട്ടിയുടെ തലേന്ന് വെച്ച ആരാ? എന്റെ ഡാഡി. ആ ഡാഡിയെ ഇവരെല്ലാവരും ചേർന്ന്, പ്രത്യേകിച്ച് അൻവർക്ക് അടിച്ചിരുത്താൻ നോക്കുവാന്ന്. ആ തല അങ്ങ് അടിച്ചിരുത്തിയ പിന്നെ ആ പാർട്ടി ഇല്ലല്ലോ. എന്ത് ചെയ്യാൻ? എന്റെ തല, എന്റെ ഫുൾ ഫിഗർ. ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കണ്ട. ഈ കൊതി നോണയൊക്കെ പറഞ്ഞ് ആരാ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തകർക്കാൻ നോക്കുന്നത്? ക്ഷമേ അല്ല, പുറത്തൊന്നല്ല, നിങ്ങൾ പാല് കൊടുത്ത് വളർത്തിയവര് തന്നെ നിങ്ങൾ അടിച്ചിരുത്താൻ നോക്കുന്നത്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട്. ആ ബോധം വളരെ നല്ലതാണ്. ചെകുത്താൻ വേദം ഓതുന്നത് പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത്. അപ്പോഴേക്കും കൺട്രോള് പോയ നമ്മുടെ പിണറായി സഖാവ് നിന്ന് തുള്ളി. മനസ്സിൽ വെച്ചാൽ മതി, അതൊന്നും എന്റെ അടുത്തേശില്ല കേട്ടോ. നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാളം? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കാത്തത്? എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത്? നിങ്ങൾ ഇങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന്? നിങ്ങളോടല്ല, അവിടെ നിന്നവരോടാണ് ചോദ്യം. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു, അവിടെ വന്ന് ഇരിക്കാൻ പറയുന്നു. നിങ്ങളുടെ വാക്കിന് വല്ല വിലയുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത്? നിങ്ങളത് നിലയെടുക്കുക, മറ്റുള്ളവരെ പറഞ്ഞു വിടുക, അതല്ലേ? സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ഇവിടം കൊണ്ട് തീർന്നു എന്ന് കരുതരുത്. ഷംസീർ സ്പീക്കറെ ഇംഗ്ലീഷിൽ ഇങ്ങനെ അമ്മാനമാടുമ്പോ യാതൊരു മൈൻഡും ഇല്ലാതെ പ്രതിപക്ഷം വൻ പ്രതിഷേധത്തിൽ. ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ഇന്ന് മര്യാദയ്ക്കൊന്ന് കസറാൻ പോലും പറ്റിയിട്ടില്ല. അടിയന്തര പ്രമേയം അനുമതി നൽകി, അതും അവസാനം ചീറ്റിപ്പോയി. അതുകൊണ്ട് നമ്മുടെ പിണറായി സഖാവ് കിട്ടിയ തക്കത്തിന് വെച്ച് അങ്ങ് പ്രസംഗിച്ചു. ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതി അവിടെ പ്രതിപക്ഷ പ്രതിഷേധം, ഇവിടെ നമ്മുടെ മുഖ്യന്റെ പ്രസംഗം. ഇവിടെ മുഖ്യന്റെ പ്രസംഗം, അവിടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പെട്ടെന്ന് ശിവാണ് ആ പഴയ ഓർമ്മയിൽ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റങ്ങ് പോവാ നേരിടാൻ. 2024 ഒക്ടോബർ 9 ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും അപ്പതേ സഖാവ് പിണറായി അനിയ ഒക്ടോബർ 15 പരിഗണനക്കെടുക്കാനും ശുപാർശ ചെയ്ത 2022 ശമ്പളവും ഭത്തകളും നൽകൽ ഭേദഗതി ബിൽ സംബന്ധിച്ച രക്ഷപ്പെട്ട് പിണറായി സഖാവ് പറഞ്ഞതും ശിവണ്ണ നേരെ തിരിഞ്ഞ് ഇരിപ്പിടത്തിലേക്ക് പോയി. അല്ലെങ്കിൽ ഇപ്പൊ നാട്ടുകാര് കുറെ കാണേണ്ടി വന്നേനെ.